ദിവസം കൊണ്ട് ചെട്ടിനാട് തഞ്ചാവൂർ കാണണോ? ഈ വീഡിയോ സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ കേരളത്തിൽ നിന്ന് 2 ദിവസം കൊണ്ട് തഞ്ചാവൂരും ചെട്ടിനാട് ഫുൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഫുൾ ഐറ്റിനറി പ്ലാൻ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ നിന്ന് എറണാകുളത്ത് നിന്ന് എല്ലാ ദിവസവും കാരക്കൽ എക്സ്പ്രസ് ഉണ്ട്. നമുക്ക് തഞ്ചാവൂർ വന്ന് അതിൽ ഇറങ്ങാട്ടോ. അത് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യണത് രാത്രി 10:25 ഞങ്ങൾ കയറിയത് ആലുവ സ്റ്റേഷനിൽ നിന്നായിരുന്നു. ആലുവയിൽ അതൊരു 11:05 എത്തിയിട്ടോ. നമ്മൾ രാവിലെ 9:05 തഞ്ചാവൂർ എത്തും. അതുപോലെ നമ്മൾ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ നേരത്തെ കൂട്ടി ബുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ടിക്കറ്റൊക്കെ നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ അവൈലബിൾ ആവണമെന്നില്ല. 1 മാസം മുമ്പേ തന്നെ ബുക്ക് ചെയ്താൽ അത്രയും നല്ലതാണ് കേട്ടോ. ഞങ്ങൾ ഈ 3 ഫ്രണ്ട്സ് 2015 ജോയിൻ ചെയ്തു. 2018 പാസ് ഔട്ടായ ഡിഗ്രി ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഞങ്ങൾക്ക് ഏകദേശം ഒരു 8 വർഷം വേണ്ടി വന്നു ഈ ഒരു ട്രിപ്പ് അങ്ങനെ യാഥാർത്ഥ്യമാക്കാനായിട്ട്. അങ്ങനെ നമ്മൾ തഞ്ചാവൂർ എത്തി. 9 മണിയായപ്പോൾ തന്നെ എത്തിട്ടോ. വേറെ ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഓൾറെഡി 1 മാസം മുൻപേ തന്നെ എല്ലാം തന്നെ ബുക്ക് ചെയ്തിരുന്നു കേട്ടോ. താമസിക്കുന്ന ഹോട്ടലാണെങ്കിലും ട്രെയിൻ ടിക്കറ്റ്സ് ഒക്കെ ആണെങ്കിലും എല്ലാം തന്നെ തിരിച്ച് റിട്ടേൺ ഉള്ളതും എല്ലാം നേരത്തെ ബുക്ക് ചെയ്തിരുന്നു 1 മാസം മുന്നേ തന്നെ. അങ്ങനെ ഞങ്ങൾ ഇതേ ഇറങ്ങിയിട്ടോ. ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തുള്ള ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് കേട്ടോ ഈ ആര്യഭവൻ കണ്ടത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി തന്നെ നേരെ ലെഫ്റ്റ് സൈഡാണ് കേട്ടോ ആര്യഭവൻ. അത്യാവശ്യം റിവ്യൂ ഉള്ള ഹോട്ടലാണ്, റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അവിടെ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്, നല്ല സീറ്റിംഗ് ഉണ്ട്, അത്യാവശ്യം നല്ല റിവ്യൂ തന്നെ ഉണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾ തഞ്ചാവൂർ വരണ്ടെങ്കിൽ നേരെ എൻട്രൻസ് കഴിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞുമ്പോൾ കാണുന്ന ഹോട്ടലാണ് കേട്ടോ, റെസ്റ്റോറൻ്റ് ആണ് ആര്യഭവൻ. റെസ്റ്റോറൻറ്റ് ചെന്നപ്പോൾ എൻ്റെ മനസ്സിൽ വെറൈറ്റി ആയിട്ട് അവിടുത്തെ എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെങ്കിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് കഴിക്കാമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. ഞാൻ ആസ് യൂഷ്വൽ എവിടെ പോയാലും കഴിക്കുന്ന പോലെ ഏതെങ്കിലും ഗീ റോസ്റ്റോ മസാല ദോശയോ ഉണ്ടോ എന്ന് തപ്പായിരുന്നു ഇതിൽ. ഇതാണ് ഇവരുടെ മെനു. അത്യാവശ്യം വെറൈറ്റി ദോശ വെറൈറ്റീസ് ഉണ്ട്, ഇഡ്ഡലി വെറൈറ്റീസ് ഉണ്ട്. വെജിറ്റേറിയനായി എനിക്ക് വേറെ എന്ത് വേണം? അങ്ങനെ ഞാൻ മസാല ദോശ എടുത്തു. മസാല ദോശയിൽ നമ്മുടെ നാട്ടിൽ കിട്ടണ പോലെ അല്ല കേട്ടോ, വേറെ കുറേ സംഭവങ്ങളുണ്ട്. ഗ്രീൻ കളർ ചട്നിക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ അവൈലബിൾ ആണ്. അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി കേട്ടോ. ഭക്ഷണമൊക്കെ കഴിച്ചു, നല്ല ഫുഡായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. 3 പേർക്കും ഇഷ്ടപ്പെട്ടു ഫുഡ്. അത് കഴിഞ്ഞ് നമ്മൾ താമസിക്കുന്ന സ്ഥലം ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് കണ്ടോ, ഹോട്ടൽ തമിഴ്നാട്. ഇത് വന്നിട്ട് നമ്മുടെ കേരളത്തിലെ KTDC ഇല്ലേ, അതുപോലെ തമിഴ്നാട് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ അണ്ടർടേക്കിംഗ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ട് വേണം പോകാനായിട്ട്. നമുക്ക് അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇല്ല. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ സൈറ്റിൽ കയറിയിട്ട് വേണം ബുക്ക് ചെയ്യാനായിട്ട്. തമിഴ്നാട് ടൂറിസത്തിൻ്റെ ഒഫീഷ്യൽ സൈറ്റായ ttdconline.com ആ സൈറ്റിലാണ് കേട്ടോ ഞങ്ങൾ ഈ ഹോട്ടലിൽ ബുക്ക് ചെയ്തത്. ഹോട്ടലിന് ഒരു പണ്ടത്തെ ആർക്കിടെക്ചർ ടച്ചാണ് കേട്ടോ ഉള്ളത്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ ഏതെങ്കിലുമൊക്കെ ഒരു പാലസിൻ്റെ ഒക്കെ ഒരു ഇത് അവർ റിനോവേറ്റ് ചെയ്ത് ഹോട്ടലാക്കിയതായിരിക്കണം. ഇതാ ബാത്റൂം കണ്ടില്ലേ, നല്ല സ്പേഷ്യസുമാണ്, നല്ല ക്ലീനും ആയിരുന്നു കേട്ടത്. അതുപോലെ ബെഡ്റൂം ആണെങ്കിലും നമുക്കിത് ഓക്കെ ആയിരുന്നു. കാരണം 3 പേർക്ക് അത്യാവശ്യം നല്ല വലിയൊരു ബെഡ് തന്നെയായിരുന്നു. പ്ലസ് എക്സ്ട്രാ നമുക്കൊരു ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഈ വരുന്ന ഡ്രസ്സിങ് ഏരിയ ആണ് ഈ കാണുന്നത്. ഇവർക്ക് ഇവിടെ ഉള്ളിൽ തന്നെ റെസ്റ്റോറൻറ്റും ഉണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഒപ്പം കോംപ്ലിമെൻ്ററി ആയിട്ട് പിറ്റേ ദിവസം മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഫ്രീ ആണ്. പ്ലസ് ഞങ്ങൾ നൈറ്റ് ഇവിടെ നിന്ന് തന്നെയാണ് ഫുഡ് കഴിച്ചത്. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഫ്രഷപ്പൊക്കെ ആയി കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് പാലസുകളും മ്യൂസിയംസൊക്കെ കവർ ചെയ്യാനാണ്. കാരണം നമ്മളൊരു 9 മണിക്ക് സ്റ്റേഷനിലെത്തി, പിന്നെ ഹോട്ടലിലെത്തി ഫ്രഷപ്പ് ആയപ്പോൾ ഒരു 11 മണി 12 മണിയായി. അപ്പോൾ നമ്മൾ ബൃഹദേശ്വര ടെമ്പിൾ ഈവനിങ് പോകാമെന്ന് കരുതിയിട്ട് ആ 12 മണി തൊട്ട് ഒരു 4 മണി വരെ ഈ ബാക്കിയുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ചുറ്റും കാണാനുള്ള അടുത്തടുത്ത് നടന്നു പോയി കാണാനുള്ള സ്ഥലങ്ങളാണ് ഈ മാർത്ത പാലസ്, സരസ്വതി മഹൽ ലൈബ്രറി എല്ലാം. അപ്പോൾ ഞങ്ങളിവിടെ മാർത്ത പാലസിൻ്റെ അടുത്തെത്തിട്ടോ. അവിടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ ഒരു തിയേറ്റർ സംഭവമുണ്ട്. നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ തഞ്ചാവൂരിൻ്റെ മെയിൻ ടൂറിസ്റ്റ് സ്പോട്ട്, അവരുടെ ഹിസ്റ്ററി എല്ലാം വിവരിക്കുന്ന ഒരു വീഡിയോ നമുക്ക് കാണാൻ സാധിക്കും. ഇത് അവിടുത്തെ മ്യൂസിയം ആണ് കേട്ടോ. നമ്മൾ അവിടെ ഒത്തിരി നടരാജ വിഗ്രഹംസ് ഉണ്ട്, നമ്മൾക്ക് അതൊക്കെ കാണാൻ പറ്റും. പിന്നെ ഒത്തിരി എന്താ പറയുക സ്റ്റോൺസിൽ ഉണ്ടാക്കിയിട്ടുള്ള സ്കൾപ്ചേഴ്സ് ഉണ്ട്.
ഇതാണ് മാർത്ത പാലസ്. അതിൻ്റെ പെയിൻറ്റിങ്സ് ഒക്കെ ഒരു അപാരമാണ് കേട്ടോ. കാരണം ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള ഡിസൈൻസാണ് ഈ കൊടുത്തിരുന്നത്. അതിൻ്റെ കളർ കോമ്പിനേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു നാച്ചുറൽ കളേഴ്സാണ് തോന്നുന്നത്. ഈ കാണുന്നത് സരസ്വതി ലൈബ്രറിയാണ്. അതിനുശേഷം ഞങ്ങൾ പോയത് തൊട്ടടുത്ത് തന്നെ നടന്ന് പോകാനുള്ള ദൂരത്തിൽ നമുക്കൊരു വീണ മേക്കിംഗ് ചെയ്യുന്ന ഒരു ഷോപ്പുണ്ട്. അവിടെ പോകാൻ പറ്റും. അവിടുത്തെ നമുക്ക് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റും. ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് ഇത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം എനിക്ക് വീണ ഭയങ്കര ഇഷ്ടമാണ് കുട്ടിക്കാലം മുതൽ. അപ്പോൾ എനിക്കിത് മേക്കിങ്ങിൻ്റെ പ്രോസസ്സ് കാണണം എന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ മുന്നും പിന്നും നോക്കാണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ തപ്പി നേരെ കണ്ടുപിടിച്ചു. നമുക്കതെല്ലാം കാണാൻ പറ്റി. മാർത്ത പാലസിൻ്റെ അവിടുന്ന് നമുക്ക് ഗൂഗിൾ മാപ്പിൽ വീണ മേക്കിംഗ് ഷോപ്പെന്നോ അല്ലെങ്കിൽ ജസ്റ്റ് അടുത്ത ആരെങ്കിലും ഏതെങ്കിലും ഷോപ്പിൽ ചോദിച്ചിട്ട് തന്നെ നമുക്കിത് കണ്ടുപിടിക്കാൻ സാധിക്കും. മെയിൻ റോഡിൻ്റെ ഒരു ചെറിയൊരു ഉള്ളിലോട്ട് നീങ്ങിയിട്ടാണ് കേട്ടോ ഈ ഷോപ്പുള്ളത്. ഇവിടെ ഉള്ളവരെല്ലാം തന്നെ നല്ല കോർപ്പറേറ്റീവാണ്. കാരണം എനിക്ക് ഒത്തിരി ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു ഇതിൻ്റെ പ്രോസസ്സിനെ കുറിച്ചൊക്കെ അറിയാനായിട്ട്. കാരണം എനിക്ക് കുട്ടിക്കാലം മുതലേ ഈ വീണേനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പഠിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര എന്തോ ഒരു ഫാസിനേഷനായിരുന്നു വീണേനോട്. അപ്പം ഞാനിങ്ങനെ അവരോട് ചോദിക്കുമ്പോൾ അവരെനിക്കെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു കംപ്ലീറ്റ് ഒരു വീണയിലേക്ക് മാറാനായിട്ട് ഒത്തിരി ദിവസം എടുക്കും കേട്ടോ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഇവർ ചെയ്യണത്. അതായത് ഓരോ ആൾക്കാരും ഇതിന് ഓരോ പ്രോസസ്സിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുകളുണ്ട് കേട്ടോ. ഈ ചേട്ടൻ ഇപ്പോൾ എന്താ പറയുക, അതിൻ്റെ കമ്പിയൊക്കെ ഇങ്ങനെ കെട്ടി വെക്കില്ലേ, ആ ഒരു പ്രോസസ്സിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ. ആദ്യം ഇവർ മെയിനായിട്ട് ഈ വീണ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന മരം എന്ന് പറയുന്നത് നമ്മുടെ പ്ലാവിൻ്റെ മരമാണ് ഇവർ യൂസ് ചെയ്യണത്. ഈ കാണുന്ന വീണയ്ക്ക് എന്തോ പ്രത്യേകത ഉണ്ട് കേട്ടോ. അദ്ദേഹം പറയാനുണ്ടായിരുന്നു, അതിൻ്റെ ഡിസൈൻ കണ്ടില്ലേ, ഒത്തിരി എന്തോ മത്സ്യത്തിൻ്റെ ഒരു പാറ്റേണിലാണ് ചെയ്തേക്കണത്. ഈ തഞ്ചാവൂരുണ്ടല്ലോ ഫേമസ് ആയിട്ടുള്ളത് ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. അതിലൊന്നാണ് വീണ. അതുപോലെ ഫേമസ് ആയിട്ടുള്ളതാണ് തഞ്ചാവൂർ ബൊമ്മ, നാഡി ജ്യോത്സ്യം, പിന്നെ ബ്രാസിൻ്റെ പ്രൊഡക്ട്സ്. അങ്ങനെ എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ വീണ കാണാമെന്നുള്ളത്. അത് ഉണ്ടാക്കണത് കാണാം. അത് നടന്നു. അങ്ങനെ അതിനുശേഷം ഞങ്ങളിങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ആ മെയിൻ റോഡിൽ കൂടെ തന്നെ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്നപ്പോൾ കണ്ട ഷോപ്പാണിട്ടത്. മറ്റേ ആടുന്ന ബൊമ്മയില്ലേ, തഞ്ചാവൂർ ബൊമ്മ ഭയങ്കര ഫേമസ് ആണല്ലോ. അപ്പോൾ അവിടെ കയറി അവിടെ ജസ്റ്റ് കണ്ടിറങ്ങി. പിന്നെ ഈവനിങ് ഡേ ഞങ്ങൾ ഈ ബൃഹദേശ്വര ടെമ്പിളിൽ പോയി ഫുൾ അവിടെ സ്പെൻഡ് ചെയ്തു. ഈവനിങ് കാണാൻ നല്ല രസമാണ്. ഒരു ഗോൾഡൻ ഷെയ്ഡോ പ്ലസ് അവിടുത്തെ ആ ഒരു കാറ്റും. നമുക്ക് അവിടെ കുറേ നേരം ഇങ്ങനെ ഇരിക്കാൻ തോന്നും. നമ്മളങ്ങനെ സംസാരിച്ച് കുറേ നേരം ഇരുന്നു. രാത്രി ഞങ്ങൾ എന്നിട്ട് വീണ്ടും അവിടെ നിന്ന് നടന്നു പോകാമെന്ന് വിചാരിച്ചു. എന്ത് ധൈര്യത്തിലാണെന്ന് എനിക്കറിയില്ല. ഓട്ടോറിക്ഷ ഒന്നും വിളിച്ചില്ല. പക്ഷേ നമുക്ക് ആ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതാണ് ഞങ്ങളിങ്ങനെ നടന്നത്. കാരണം ഫുൾ ലൈവായിട്ടാണ് ഇരിക്കുന്നത്. കാരണം വണ്ടികൾ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ ഗൂഗിൾ മാപ്പിൻ്റെ ഒരു ധൈര്യത്തിൽ അങ്ങനെ നടന്നു. അങ്ങനെ ഞങ്ങൾ സേഫായിട്ട് ഹോട്ടലിലെത്തി. ഞാൻ പറഞ്ഞില്ലായിരുന്നോ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന് ഉള്ളിൽ തന്നെ. അപ്പം ഞങ്ങൾ ഇതാണ് ആ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഫുഡ് കഴിക്കാമെന്ന് കരുതി. മെനു കാർഡാണിത്. നല്ല അഫോർഡബിൾ ആണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കാരണം ടേസ്റ്റും ഉണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രൈഡ് റൈസും ഗോബി മഞ്ചൂരിയനും ഓർഡർ ചെയ്തായിരുന്നേ. അതൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ഞങ്ങൾ ഈ ഹോട്ടലിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു കേട്ടോ ഇവിടെ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളത്. ഇത് ഈ ഹോട്ടലുള്ളവർക്കും അതുപോലെ പുറത്തുനിന്നുള്ളവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. അപ്പോൾ പുറത്തുനിന്ന് പറഞ്ഞവർക്കും ഉള്ളിൽ കയറി കഴിക്കാം കേട്ടോ. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. അതിന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ദേ ചുമ്മാ ഇങ്ങനെ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ നടക്കാമെന്ന് വിചാരിച്ചു. അധികം ദൂരമൊന്നും പോയില്ല. ഒരു 10 മിനിറ്റ് ഡിസ്റ്റൻസിൽ ഞങ്ങൾ നടന്നു കേട്ടോ. ഇതാണ് രാത്രിയിലത്തേത്. നല്ല തിരക്ക്, എല്ലായിടത്തും ആൾക്കാരുണ്ട്. പേടിക്കാനൊന്നുമില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നടന്നിട്ട് പിന്നെ തിരിച്ചു വന്നു. ഞങ്ങൾ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും വാങ്ങാമെന്ന് വിചാരിച്ച് പുറത്തോട്ട് ഇറങ്ങിയതാണ്. നൈറ്റ് വിശന്നാൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞങ്ങൾ കടയിൽ കയറി എന്തൊക്കെയോ സ്നാക്സ് വാങ്ങി പിന്നെ തിരിച്ചു വന്നു കേട്ടോ. 10 മിനിറ്റുള്ള ഡിസ്റ്റൻസിൽ നടന്നുള്ളൂ. ജസ്റ്റ് നൈറ്റ് ലൈഫ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവിടുത്തെ ഫുൾ കടകളും തുറന്നിട്ടിട്ടുണ്ട്, ആൾക്കാരുണ്ട്. പേടിക്കാനൊന്നുമില്ല കേട്ടോ. അവിടുത്തെ ആൾക്കാർക്കൊക്കെ ഭയങ്കര സ്നേഹമാണ് നമ്മളോട്. നമുക്കങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ കുളിച്ചൊരുങ്ങി നല്ല സുന്ദരിമണികളായിട്ട് ഇതേ വീണ്ടും ഓട്ടോ എടുത്തിട്ട് പോകാണ്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്നുള്ള അത്യാഗ്രഹം കൊണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ രാവിലത്തെ വ്യൂ എന്താണെന്ന് കണ്ടിട്ടില്ലല്ലോ. നൈറ്റത്തെ വ്യൂ നമുക്ക് മനസ്സിലായി. ഒരു ഗോൾഡൻ ഷെയ്ഡ് സൂപ്പറാണ്. അപ്പോൾ ഇത് രാവിലെ പോയപ്പോൾ നമ്മൾ ആദ്യം തന്നെ കണ്ടത് ഇവനെയാണ്. 2-3 ഉണ്ട് കേട്ടോ മയിൽ. നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. അടുത്ത് ചെല്ലുമ്പോൾ ഓടിപ്പോവും. സാരില്ല. ഇത്
ആണ് കേട്ടോ അമ്പലം. എൻ്റെ പൊന്നോ, രാവിലെ നല്ല രസം തന്നെയാണ് കാണാൻ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ്ടോ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ്. നല്ല ആർഭാടകരമായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇത് അവിടുത്തെ സ്പെഷ്യൽ സ്വീറ്റാണ് കേട്ടോ, ബ്രൗൺ കളർ കണ്ടത്, നല്ല ടേസ്റ്റാണേ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്തു, പുറത്തോട്ട് ഇറങ്ങി. ഇനി ചെട്ടിനാട്ടിലേക്ക് പോകണമല്ലോ. അപ്പോൾ പോണ വഴിക്ക് ആ ഹോട്ടലിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളൊരു ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഷോപ്പാണ് എടുത്തത്. അപ്പം ഞങ്ങൾ തഞ്ചാവൂർ ബൊമ്മ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് വാങ്ങാമെന്ന് കരുതി. കാരണം ഇനി ഇവിടെ നിന്ന് വാങ്ങിയില്ല പിന്നെ വാങ്ങൽ നടക്കില്ല. കാരണം ഇവിടെ നിന്ന് ബസ് കയറി നമ്മൾ ചെട്ടിനാട്ടിലേക്കാണല്ലോ പോണേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബൊമ്മയെല്ലാം വാങ്ങിയിട്ട് ഈ ബസ്സിൽ കയറി. ഈ ബസ് ഫ്രീ ആണ് കേട്ടോ, നമ്മൾ പെൺകുട്ടികൾക്കേ. ഇപ്പോൾ കേരളത്തിലുണ്ട്, പക്ഷേ അന്നുണ്ടായിരുന്നില്ല കേരളത്തിൽ. അപ്പോൾ ഇത് പക്ഷേ നമ്മുടെ കേരളത്തിലുള്ള പോലെ എല്ലാ ബസ്സിലും കയറാൻ പറ്റില്ല കേട്ടോ. ഇതൊരു ടൗണിൽ റൗണ്ട് അടിക്കുന്ന ബസ്സിന് മാത്രമാണ് ഇങ്ങനെ ഫ്രീ ടിക്കറ്റ് ഉള്ളൂ. അപ്പോൾ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്, ഒരു 2 മിനിറ്റ് നീങ്ങിയിട്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ സ്റ്റാൻഡിൽ പോവുക. അതിന് 0 ആയിരുന്നു, നമുക്ക് ടിക്കറ്റ് ഒന്നും കൊടുക്കണ്ട. അവിടെ നിന്ന് നമ്മൾ ചെട്ടിനാടിലേക്ക് വേറെ ബസ് കയറണം. അതാണ് കേട്ടോ ഈ ബസ്. ഞങ്ങൾ അവിടെ നിന്ന് കയറി. അപ്പോൾ നമുക്കൊരു 135 അറൗണ്ട് അത്രയും രൂപയാണ് ആയത് 3 പേർക്കും കൂടി. അപ്പോൾ ഇവിടെ നിന്ന് ആ സ്റ്റാൻഡിൽ നിന്ന്, ന്യൂ ബസ് സ്റ്റാൻഡ് എന്നാണ് പറയുക, ആ സ്റ്റാൻഡിൽ നിന്ന് ചെട്ടിനാടിലേക്ക് ഒരു മണിക്കൂർ അടുത്തുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളൊരു ആൻറ്റി ഉണ്ടായിരുന്നു, ആൻറ്റി സഹായിച്ചു ബസ്സൊക്കെ കയറാനായിട്ട്, ഹെൽപ്പ് ചെയ്തു ബസ് കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന്, ഞങ്ങൾക്ക് ഡയറക്റ്റ് ബസ് കിട്ടാത്തതുകൊണ്ട് ആ ബസ് ഇറങ്ങി വീണ്ടും വേറൊരു ബസ് കയറേണ്ടി വന്നു. അതിനും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ ആൾക്കാരുണ്ടായിട്ട്. ആ സ്റ്റാൻഡിൽ നമുക്ക് പറഞ്ഞു തരും ചെട്ടിനാടിലേക്കാണ് പോകണമെന്ന് പറയുമ്പോൾ അവർ ബസ് വരുമ്പോൾ കാണിച്ചൊക്കെ തന്നു, ഈ ബസ്സിൽ കയറിയാൽ മതി. അങ്ങനെ കയറിയ ബസ്സാണ് ഇത്. അവിടെ നിന്ന് ഒരു 89 രൂപ പോയിൻ്റ് 3 പേർക്കും കൂടി. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നിറങ്ങി. ഞങ്ങളിതേ നടക്കാമെന്ന് വിചാരിച്ചു. എവിടെ പോയാലും നടത്തം തന്നെയായിരുന്നല്ലോ എന്ന് വിചാരിക്കണ്ട. കാരണം കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളൂ. നമ്മൾ മാപ്പിൽ ഇടുമ്പോൾ നോക്കുമ്പോൾ കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ഇതൊരു ഗ്രാമമാണല്ലോ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കണ്ട് നടന്ന് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് ചെട്ടിനാട് മാനർ എന്ന് പറഞ്ഞൊരു ഹോട്ടലായിരുന്നു. അതൊരു പണ്ടത്തെ മാൻഷൻ ഇതേപോലെ റിനോവേറ്റ് ചെയ്തിട്ടുള്ളൊരു സെറ്റപ്പാണ് കേട്ടോ. ഇതേപോലെ കുറേ ഇവിടുത്തെ ഒട്ടുമിക്ക സ്റ്റേ ചെയ്യണ ഹോട്ടൽസും ഇതേപോലത്തെ പണ്ടത്തെ മാൻഷൻസ് റിനോവേറ്റ് ചെയ്തിട്ട് അവരിപ്പോൾ അതൊരു സ്റ്റേയിങ് പ്രോപ്പർട്ടി ആക്കി മാറ്റിയേക്കണതാണ് കേട്ടോ. ഈ ഗ്രാമം നല്ല രസമെന്ന് പറഞ്ഞാൽ ചുറ്റും പണ്ടത്തെ ടൈപ്പ് വീടുകൾ, എന്താ പറയുക, ഒരു വിൻറ്റേജ് വൈബാണ് ഫുള്ള്. നടന്ന് കാണാൻ നല്ല രസമാണ്. ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ ഫുള്ള് ആ നാട് ചുറ്റി കാണാവുന്നതുള്ളൂ. ഒരു ദിവസം കൊണ്ട് നമുക്ക് ഫുൾ കവർ ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് ഞങ്ങൾ ബാഗൊക്കെ വെച്ച് ചെക്കിങ് ചെയ്തിട്ട് നേരെ തൊട്ടടുത്തുള്ള കാനാടുക്കാത്തത്തിലേക്ക് വന്നു. ഉച്ചത്തെ ഭക്ഷണം ഞങ്ങളിത് ഈ പറയണ മെസ്സിൽ നിന്നാണ് കേട്ടോ കഴിച്ചത്. ഞാനൊരു വെജ് മീൽസാണ് പറഞ്ഞത്. ഇവിടെ ചിക്കൻ കുറേ വെറൈറ്റീസൊക്കെ ഉണ്ട്. ഞാൻ വെജ് ആയതുകൊണ്ട് ഞങ്ങൾ 3 നേരം മീൽസ് തന്നെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രംഗവിലാസം മെസ്സിൽ നിന്ന് നേരെ പോയത് കാനാട്ടുകാതൻ പാലസ് കാണാനാണ്, അഥവാ ചെട്ടിനാട് പാലസ്. അവിടെയാണ് കേട്ടോ കണ്ടുകൊണ്ടേയും മൂവിയൊക്കെ ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയതുകൊണ്ട് നമുക്ക് അലൗഡ് അല്ല വിസിറ്റേഴ്സിന്. കുറേ മാൻഷൻസൊക്കെ ഇതേപോലെ ഫെയ്ഡഡ് ആണ്, പക്ഷേ ചിലത് മാത്രമാണ് കേട്ടോ ഇങ്ങനെ. ബാക്കിയെല്ലാം തന്നെ അവർ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല ബ്രൈറ്റായിട്ട് കളർഫുള്ളായിട്ടുള്ള മാൻഷൻസ് നമുക്ക് ഒത്തിരി കാണാൻ പറ്റും. അതുപോലെ നമുക്ക് 50 രൂപ 100 രൂപ നിരക്കിലൊക്കെ നമുക്ക് ചില മാൻഷൻസിൽ എൻട്രി അലൗഡ് ആണ് കേട്ടോ. നമുക്ക് അവിടെ കയറി ഫോട്ടോസൊക്കെ എടുക്കാം, ചുറ്റും കാണാനായിട്ട് സാധിക്കും ആർക്കിടെക്ചറെല്ലാം. എന്നിട്ട് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. തിരിച്ച് നമ്മുടെ താമസിക്കുന്ന സ്റ്റേയിലേക്ക് തിരിച്ചു വന്നു. പിറ്റേ ദിവസം രാവിലത്തെ വ്യൂ ആണ് കേട്ടോ ഇത്. അവിടെ ഒത്തിരി മയിലുകളുണ്ട്. ചുറ്റും ഫ്രണ്ടിൽ ഒത്തിരി സ്പേസ് ഉണ്ട് വേക്കൻ്റ് ആയിട്ട്. അവിടുത്തെ പറമ്പിൽ നിന്നൊക്കെ കാണുന്നതാണ് ഈ മയിൽ. രാവിലെ തന്നെ നമുക്ക് ഇവരെ കാണാൻ പറ്റും. അവിടുന്ന് ഞങ്ങൾ സൈക്കിൾ എടുത്തിട്ട് തൊട്ടടുത്തുള്ള കുറച്ച് വില്ലേജസിലേക്ക് പോകാമെന്ന് കരുതി അങ്ങനെ പോയിട്ടോ. ഇവിടെ പോക്കറ്റ് റോഡ്സ് ആണ് ഫുൾ. ഈ ചെട്ടിനാട് നമുക്ക് ഒത്തിരി ഇടവഴികൾ കാണാൻ സാധിക്കും. അപ്പം നമ്മൾ സൈക്കിളിനാണെങ്കിൽ നമുക്ക് ഈസി ആയിരിക്കും ആ ചുറ്റുമുള്ള ഗ്രാമം കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ 7 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പേ തന്നെ ഞങ്ങൾ സൈക്കിളായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ ചുറ്റും റൗണ്ട് അടിച്ച് നാടൊക്കെ കാണാമെന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ സൈക്കിളും കൊണ്ട് ചുറ്റി കറങ്ങണ വഴിക്ക് ഒത്തിരി മാൻഷൻസ് കണ്ടു എന്ന് പറഞ്ഞല്ലോ, അതിലൊന്നാണ് കേട്ടോ ഇത്. താമസമുള്ളൊരു മാൻഷൻ കാണുമെന്ന് ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ നടക്കുമെന്ന് കരുതിയില്ല. എന്നാലും ചെറിയ മടിയോട് കൂടിയാണ് കേട്ടോ ഈ വീടിൻ്റെ മുമ്പിൽ ഞങ്ങൾ നിന്നത്, കയറി കണ്ടോട്ടെ എന്ന് ചോദിക്കാനായിട്ട്. ചോദിക്കേണ്ട താമസം തന്നെ അവർ ഞങ്ങളോട് ഹാപ്പി ആയിട്ട് അവരുടെ വീട്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്തു കേട്ടോ. ഇവിടുത്തെ മുതിർന്ന കാരണവരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പേര് കണ്ണൻ എന്നാണ് കേട്ടോ. അദ്ദേഹമാണ് ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തത് അവരുടെ വീട്ടിലോട്ട്.
അങ്ങനെ ഞങ്ങൾ അവിടെ എല്ലാം കണ്ടു, ഹാപ്പി ആയിട്ട് അവിടുന്ന് കാപ്പിയൊക്കെ കുടിച്ച് ഇറങ്ങി. തിരിച്ച് ഞങ്ങൾ സ്റ്റേയിലെത്തി. അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് അവിടുത്തെ കോർഡിനേറ്ററിൻ്റെ ഹെൽപ്പോട് കൂടി ഒരു 2 വീലർ റെൻറ്റിന് എടുത്തു. 600 രൂപയാണ് കേട്ടോ 2 വീലറിന്. ഇത് നമ്മൾ പെട്രോളും കൂടി അടിക്കണേ. അവിടുന്ന് ഞങ്ങൾ നേരെ പോണത് ആത്തൻകുടി ടൈൽസ് മേക്കിംഗ് കാണാനായിട്ടാണ്. കുറച്ച് ദൂരമുണ്ട് നമ്മൾ താമസിക്കുന്ന സ്റ്റേയിൽ നിന്ന് അവിടേക്ക്. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ഒരു 10-10:30 ഞങ്ങൾ എത്തി അവിടുത്തെ ടൈൽസ് മേക്കിംഗ് കാണാനായിട്ട്. ഞങ്ങളവിടെ എത്തുമ്പോൾ ഓൾറെഡി അവരുടെ ഡെയിലി വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ അവർ ചെയ്യുന്ന പ്രൊസീജിയർ എല്ലാം കണ്ടു നിന്നു. അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആത്തൻകുടി നാട്ടിലെ ഒരു മണ്ണൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ടൈൽസ് മേക്കിംഗ് പ്രൊസീജിയറിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ടൈൽസിനേക്കാളും ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. ഈ ആത്തൻകുടി ടൈൽസ് നമ്മുടെ റൂമിൻ്റെ ടെമ്പറേച്ചറിനനുസരിച്ച് ബിഹേവ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ ഓണർ പറഞ്ഞത്. കാരണം നമ്മളുടെ ചൂട് സമയമാണെങ്കിൽ അതിനൊരു കൂൾനെസ് ആ ടൈൽ തരും. അതുപോലെ നേരെ തിരിച്ച് കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണെങ്കിൽ നമുക്കൊരു വാംനെസ് ഈ ടൈൽസ് നമുക്ക് തരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇദ്ദേഹം ഉണ്ടാക്കുന്നത് പ്രൊസീജിയർ കണ്ടു. പല സ്റ്റെപ്പിൽ കൂടെയാണ് കേട്ടോ ഈ ഒരു ടൈൽസ് അവരുണ്ടാക്കുന്നത്. എല്ലാം ഹാൻഡ് മെയ്ഡ് ആണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം ഡയറക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ ഈ ടൈൽസിന് ക്രമേണ അതിൻ്റെ കളേഴ്സ് ഫെയ്ഡ് ആവും എന്നുള്ളത് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. എന്നിരുന്നാലും നമ്മൾക്ക് ഈ ആത്തൻകുടി ടൈൽസിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. കാരണം അതിൻ്റെ പാറ്റേൺസും ആ കളർ കോമ്പിനേഷൻസും അതിൻ്റെ ആ ഹാൻഡ് മെയ്ഡ് പ്രോസസ്സ് എല്ലാം കൊണ്ടും തന്നെ നമുക്ക് മറ്റു ടൈലിനേക്കാളും ഇന്നും സ്വാധീനം ആത്തൻകുടി ടൈൽസിനുണ്ട് കേട്ടോ. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ് ആത്തൻകുടി ടൈൽസ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആ ഷോപ്പിൻ്റെ ഓണറിൻ്റെ ഹെൽപ്പോട് കൂടി നേരെ പോയത് ഈ ഫർണിച്ചർ ഷോപ്പിലേക്കാണ് കേട്ടോ. ആൻറ്റിക് ഫർണിച്ചർ ഷോപ്പ്. പല പണ്ടത്തെ മാൻഷൻസിൽ പൊളിച്ചിട്ടുള്ള ഫർണിച്ചർ പീസസും ഇവിടെ അല്ലാണ്ട് ഇവിടെ നിന്ന് തന്നെ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഓൾറെഡി പണ്ടത്തെ മാൻഷൻസിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതിലെ പാറ്റേൺസ്, അതിൻ്റെ ആർക്കിടെക്ചറിലെ ആ വെറൈറ്റീസൊക്കെ നമുക്ക് അങ്ങനെ കാണാൻ സാധിച്ചു. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ആത്തൻകുടി പാലസ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഉണ്ടായുള്ളൂ. അപ്പോൾ ഇവിടെ നിന്നും കൂടി വിസിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് വെച്ചു. ഇതൊരു ഭയങ്കര വലിയൊരു എന്താ പറയുക, നമ്മുടെ വീട്ടിൽ വയ്ക്കുന്ന കട്ടിലയില്ലേ അതാണ് കേട്ടോ. നമ്മൾ ഇത്രയും വലിയതൊന്നും നമ്മുടെ കേരളത്തിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇവിടെ നിന്ന് പിന്നെ നേരെ പോയത് ആത്തൻകുടി പാലസ് ആണ്. അതെല്ലാം കണ്ടിട്ട് പിന്നെ ഞങ്ങൾ വീണ്ടും കാനാടുകാത്തത്തിലേക്ക് വന്നു. കാരണം ഞങ്ങൾ സാരി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ചെട്ടിനാട് സാരി ഫേമസ് ആണല്ലോ. അപ്പോൾ അത് ഇല്ലാണ്ട് എങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോവാം. അവിടെ നിന്ന് ഞങ്ങൾ നെല്ലി ഹാൻഡ്ലൂംസിൽ നിന്ന് 2-3 സാരി എടുത്തു പാരൻസിന്. ഒരു 1000 ആ റേഞ്ചിലായിരുന്നു കേട്ടോ സാരി എല്ലാം. അങ്ങനെ സ്റ്റേ എല്ലാം വെക്കേറ്റ് ചെയ്ത് ഞങ്ങൾ ഈ അടുത്തുള്ള ചെട്ടിനാട് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ വന്നത്. ഇവിടുന്ന് തിരുച്ചിറപ്പള്ളിയിലേക്ക് ഈവനിങ് 3:30-4 മണിക്കുള്ളിൽ ഒരു ട്രെയിൻ ഉണ്ട്. നമ്മൾ തിരിച്ച് റിട്ടേൺ ബുക്ക് ചെയ്തിരുന്നത് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ആലുവയിലേക്കായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ട്രെയിൻ കയറി തിരുച്ചിറപ്പള്ളിയിലെത്തി. അവിടെ നമുക്കൊരു മണിക്കൂറോളം നമുക്ക് ടൈം കിട്ടും കേട്ടോ. 1-1.5 മണിക്കൂറോളം നമുക്ക് കിട്ടിയിരുന്നു. നമ്മൾ റെസ്റ്റ് റൂം എടുത്തു. 30-40 രൂപ നിരക്കിലായിരുന്നു അത്. AC റെസ്റ്റ് റൂം നമുക്ക് കിട്ടും. ഫുഡെല്ലാം കഴിച്ച് അവിടെ നിന്ന് നമ്മൾ 7:30 ട്രെയിൻ ഉണ്ട് കയറി. നമ്മൾ തിരിച്ച് വെളുപ്പിന് ഒരു 5:30 ആകുമ്പോൾ നമ്മൾ ആലുവയിലെത്തും കേട്ടോ. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ 2 ദിവസത്തെ ചെട്ടിനാട് തഞ്ചാവൂർ ട്രിപ്പ്. അപ്പോൾ അത്രയ്ക്കുള്ളൂ കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ അതിനെല്ലാം റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.